നമസ്കാരം. പണ്ട് തൊട്ടേ ആകാശത്തെ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുവാൻ സാധിക്കും എന്ന് തിരിച്ചറിയുന്നു. ഇതാണ് ജ്യോതിഷത്തിന്റെ ആധാരം. അതേപോലെ നമ്പർ ആൽഫബറ്റ്സിനും ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ സാധിക്കും. ഇത് ആധാരമാക്കി ന്യൂമറോളജി പറയുന്നു. ആസ്ട്രോളജിയും ന്യൂമറോളജി പ്രകാരം ചില ദിവസങ്ങളിൽ ജനിക്കുന്നവർക്ക് കോടീശ്വര തുല്യമായി ജീവിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഓരോ വ്യക്തിക്കും സ്വാധീനിക്കുവാൻ വ്യത്യസ്തമായ കാര്യങ്ങളാകാം, അഥവാ അവരെ സ്വാധീനിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാകും. ഓരോ വ്യക്തികളുടെയും ജനിച്ച ദിവസപ്രകാരവും ലൈഫ് പാത്ത് നമ്പർ പ്രകാരവും അവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതായ ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ന്യൂമറോളജിയിൽ വലിയ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതായ ഒരു നമ്പറാണ് ലൈഫ് പാത്ത് നമ്പർ. ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചാണ് ഈ നമ്പർ നാം കണ്ടെത്തുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ജനനതീയതി ജൂൺ 20, 1990 ജനനം എന്ന് വിചാരിക്കുക. ഈ ജനനതീയതിയുടെ ലൈഫ് പാത്ത് നമ്പറാണ് നാം കണ്ടെത്തുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് ഇത്തരത്തിൽ ലൈഫ് പാത്ത് നമ്പർ കണ്ടെത്തുവാൻ സാധിക്കും. ഇത് എപ്രകാരമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ജൂൺ മാസം ഒരു വർഷത്തിലെ 6ാമത്തെ മാസമാകുന്നു. അതിനാൽ ആ മാസം 6ാമത്തെ മാസമായതിനാൽ 6 + ഡേറ്റ് 20 ആകുന്നു. അതിനാൽ 6 + 20 ജനിച്ച വർഷം 1990 + 1990. അപ്പോൾ ഇപ്രകാരം ആഡ് ചെയ്യുമ്പോൾ സിംഗിൾ ഡിജിറ്റായാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് 6 + ഡേറ്റ് 20 ആയതിനാൽ 2 + 0 വർഷം 1990, 1 + 9 + 9 + 0. ഇപ്രകാരം ഈ നമ്പറുകൾ എല്ലാം കൂട്ടുമ്പോൾ ആകെ കിട്ടുന്ന തുക 27 ആകുന്നു. ഇനി സിംഗിൾ ഡിജിറ്റ് ലഭിക്കുവാൻ വേണ്ടി 2 + 7, അപ്പോൾ 9 വരും. ഈ 9 ജൂൺ 20, 1990 ജനിച്ച വ്യക്തിയുടെ ലൈഫ് പാത്ത് നമ്പറായി വരിക. അതിനാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് ഈ പരാമർശിച്ചിരിക്കുന്ന രീതിയിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ ലഭിക്കും. ഇനി ഓരോ ലൈഫ് പാത്ത് നമ്പർ അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ 1 എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നേതൃത്വ പാടവം ഉള്ളവരായി മാറും നിങ്ങൾ, അഥവാ ഇപ്പോഴേ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങുന്നവരാകുന്നു. ലക്ഷ്യബോധമുള്ളവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. കാര്യം നടക്കണം അഥവാ നടത്തണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അത് നടത്തിയിരിക്കും എന്നതാണ് വാസ്തവം. ബിസിനസ്സിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. പരാജയങ്ങൾ നേരിട്ടാലും തീർച്ചയായും നിങ്ങൾ വിജയപാതയിലേക്ക് എത്തിച്ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമകളായി മാറുവാൻ അത്രയും കഴിവ്, ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ നിങ്ങളുടെ ശ്രമവും ഈ കാര്യത്തിന് അനിവാര്യം തന്നെയാകുന്നു. ലൈഫ് പാത്ത് നമ്പർ 1 എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. ഇനി ലൈഫ് പാത്ത് നമ്പർ 8 എങ്കിൽ നിങ്ങളുടെ ഫലം എപ്രകാരമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇവർ ഫിനാൻസ് അതേപോലെ തന്നെ ബിസിനസ് എന്നീ കാര്യങ്ങളിൽ വളരെയധികം ശോഭിക്കുന്ന വ്യക്തികളായി മാറും എന്നതാണ് വാസ്തവം. കൂടാതെ ഘട്ടം ഘട്ടമായി ഇവർ ലക്ഷ്യങ്ങൾ നേടുന്നവരാകുന്നു. അതിൽ വിജയിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ ഒറ്റയടിക്ക് തന്നെ ലക്ഷ്യങ്ങൾ നേടും എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ യോഗമുള്ള വ്യക്തികളാണ് നിങ്ങൾ. നേതൃത്വ പാടവം ഉള്ളവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. 9 ലൈഫ് പാത്ത് നമ്പറായി ലഭിച്ചത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ലക്ഷ്യബോധമുള്ളവരാണ് നിങ്ങൾ. ഒരു ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ അതിൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ലോകത്തിന്റെ നന്മ തന്നെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ബിസിനസ് പരമായി നേട്ടങ്ങൾ കൊയ്യുന്നവരാണ്. സമൂഹത്തിൽ ബഹുമാനം നാൾക്ക് നാൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കഠിനാധ്വാനത്താൽ മാത്രം വിജയങ്ങൾ കൈവരിക്കുന്നവരാണ് നിങ്ങൾ.
എന്നാൽ വിജയം ഉറപ്പായും ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുരിതങ്ങൾ, വിഷമങ്ങൾ താൽക്കാലികം മാത്രമാകുന്നു. അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഈ ജനിച്ച ദിവസം മാത്രം നോക്കി ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. വിജയം ഉറപ്പ് തന്നെയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന ലൈഫ് പാത്ത് നമ്പറുകളാണ് കോടീശ്വരയോഗം പ്രധാനമായും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ നമ്പറുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് പറയാം. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും. ഇനി ജനിച്ച ദിവസങ്ങൾ മാത്രം നോക്കി ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ വിഭാഗത്തിൽ വരുന്നത് 1, 10, 19, 28 എന്നീ ഡേറ്റുകളിൽ ജനിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ടാകുന്നു. പാത്ത് നമ്പർ 1 ആണ് ഇവരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ ഉറപ്പാണ് എന്ന് തന്നെ പറയാം. ഇവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ആരെയും അത്ഭുതപ്പെടുത്തും വിധം വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ഏതൊരു കാര്യത്തെയും മത്സരമായി കണ്ട് വിജയം നേടുവാനും ഇവർക്ക് സാധിക്കും. ഇവർ തോൽവികളും പരാജയങ്ങളും ഏറ്റുവാങ്ങുന്നവർ തന്നെയാണ്. എന്നാൽ ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും ദുരിതങ്ങളും താൽക്കാലികമാകുന്നു. ഇനി 2, 11, 20, 29 എന്നീ ദിവസങ്ങളിൽ ജനിച്ച വ്യക്തികളുടെ ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. പാത്ത് നമ്പർ 2 ആണ്. ഗ്രൂപ്പായി പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട്. ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇവർ മുന്നിൽ നിന്നും നയിക്കുവാൻ മിടുക്കരാകുന്നു. അഥവാ ഇവർ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുകയും വിജയിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ ഒരു പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ശക്തമായി തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരുമാണ് ഇവർ. ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കുവാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാനും പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ ഈ പാത്ത് നമ്പറിൽ ജനിച്ചവർ അതീവ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു. ഇനി 3, 12, 21, 30 എന്നീ ദിവസങ്ങളിൽ എന്നീ ഡേറ്റുകളിൽ ജനിച്ചവരാണ് നിങ്ങൾ എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ലൈഫ് പാത്ത് നമ്പർ 3 ആണ്. സർഗാത്മകമായ കഴിവുകൾ ഇവർക്കുണ്ട്. ക്രിയേറ്റീവായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നവരും വളരെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരുമാണ് ഇവർ. മറ്റുള്ളവരുമായി നന്നായി സംസാരിക്കുവാൻ പ്രത്യേകമായ ഒരു കഴിവുണ്ട്. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് തങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരുമായി അഗാധമായ ബന്ധം പുലർത്തുവാൻ ഇവർക്ക് സാധിക്കും. പലപ്പോഴും മറ്റുള്ളവർ ചിന്തിക്കാത്തതായ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുൻപിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരികയും മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാനും സാധിക്കുന്നവരാണ് ഇവർ. അതിനാൽ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ കടന്ന് ചിന്തിക്കുന്നവരാണ് എന്ന് ഇവരെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ഇനി 4, 13, 22, 31 എന്നീ ഡേറ്റുകളിൽ ജനിച്ചവരുടെ ഫലം ആണ് പരാമർശിക്കാൻ പോകുന്നത്. ലൈഫ് പാത്ത് നമ്പർ 4 ആകുന്നു. ഡിസിപ്ലിൻ ഉള്ളവരാണ് ഇവർ. അച്ചടക്കം പുലർത്തുവാൻ താല്പര്യപ്പെടുന്നവരും പല അവസരങ്ങളിലും അച്ചടക്കത്തോടെ മുന്നോട്ട് പോവുകയും വിജയങ്ങൾ നേടുകയും ചെയ്യുന്നവരാണ് ഇവർ. കഠിനാധ്വാനികളാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റുള്ളവർക്ക് വിശ്വസിക്കാവുന്നവരാണ് എന്നതാണ് വാസ്തവം. മറ്റുള്ളവരെ ചതിക്കാത്തവരാകുന്നു. നല്ല ബന്ധങ്ങൾ പുലർത്തുന്നവരാണ് ഇവർ. എപ്പോഴും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം പുലർത്തുവാൻ വളരെയധികം താല്പര്യമുള്ളവരാണ് ഇവർ. താഴ്ചകളിൽ പതറാതെ മുന്നോട്ട് പോകുന്നവരും അതിൽ വിജയങ്ങൾ നേടി കുതിക്കുന്നവരുമാണ് പൊതുവെ ഇവർ. അതിനാൽ തന്നെ ഇവരെ ആരെങ്കിലും ചതിക്കുകയാണ് എങ്കിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി 5, 14, 23 എന്നീ ഡേറ്റുകളിൽ ജനിച്ചവരെ കുറിച്ചുള്ള ഫലമാണ് പരാമർശിക്കാൻ പോകുന്നത്. ലൈഫ് പാത്ത് നമ്പർ 5 ആകുന്നു.
സാഹസപ്രിയരാണ് എന്ന് ഇവരെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. മാറ്റം വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ഏത് സാഹചര്യത്തിലും ജീവിച്ച് പോകുന്നവർ അഥവാ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് എന്ന് ഇവരെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. യാത്രകൾ ചെയ്യുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇവർ. മറ്റുള്ളവർ ചിന്തിക്കാത്തതായ സാധ്യതകൾ കണ്ടെത്തി പ്രവർത്തിക്കുകയും അത്തരത്തിൽ ചിന്തിക്കുകയും വിജയങ്ങൾ നേടുകയും ലാഭം നേടുകയോ ധനപരമായ ഉയർച്ച നേടുകയോ ചെയ്യുന്നവരാണ് ഇവർ. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരും അവർ അത്തരത്തിൽ പ്രവർത്തിക്കുവാനും മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. ഇനി 6, 15, 24 എന്നീ 3 ഡേറ്റുകളിൽ ജനിച്ചവരുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പാദ് നമ്പർ 6 ആകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തം ജീവിതത്തിൽ എപ്പോഴും പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യവും ഉത്തരവാദിത്തത്തോടെ ചെയ്ത് തീർക്കുവാൻ പ്രത്യേകമായ മിടുക്കുള്ളവരാണ് എന്ന് പറയാം. ആരോഗ്യം ഇവർ എപ്പോഴും കാത്തു സൂക്ഷിക്കുകയും ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നവരുമാണ് ഇവർ. ആരോഗ്യ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തും. അധ്യാപനത്തിൽ തിളങ്ങുന്നവരാണ് എന്ന് ഇവരെ കുറിച്ച് പരാമർശിക്കാം. പല കാര്യങ്ങളിലും ആദ്യം വിജയം നേടുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ പിന്നീട് ഇവർക്ക് വിജയിക്കുവാനും വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. ഇനി 7, 16, 25 എന്നീ ഡേറ്റുകളിൽ ജനിച്ചവരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 7 ഇവരുടെ ലൈഫ് പാത്ത് നമ്പർ. ആത്മീയപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇവർ നന്നായി ആലോചിക്കുന്നവരാകുന്നു. കൂടാതെ ഈ സമയം ഏതൊരു കാര്യത്തിലും ഇവർ വിജയിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. പല കാര്യങ്ങളിലും ആദ്യം ശോഭിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും പിന്നീട് ശോഭിക്കുന്നവരാണ് ഇവർ. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന് തന്നെ പറയാം. ഉന്നത ചിന്താഗതി ഉള്ളവർ തന്നെയാണ് ഇവർ. ഇനി പരാമർശിക്കാനായി പോകുന്നത് 8, 17, 26 എന്നീ ദിവസങ്ങളിൽ ജനിച്ചവരെ കുറിച്ചാകുന്നു. ലൈഫ് പാത്ത് നമ്പർ 8. ഉന്നത ചിന്താഗതി ഉള്ളവരാണ് ഇവർ. ശക്തമായി മാറുന്നവരാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കഠിനാധ്വാനികളാണ് ഇവർ. ഏത് കാര്യത്തിലും വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരും അതിൽ വിജയങ്ങൾ നേടുകയോ അല്ലെങ്കിൽ തോൽവികൾ ഏറ്റാൽ പോലും അത് തീർച്ചയായും തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ പ്രവർത്തിച്ച് അത് ഇവർക്ക് സാധിച്ചെടുക്കുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്കും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. 9, 18, 27 എന്നീ ഡേറ്റുകളിൽ ജനിച്ചവരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. 9 പാത്ത് നമ്പർ വരുന്നത്. 9, 18, 27 എന്നീ ദിവസങ്ങളിൽ ജനിച്ചവരുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് പരാമർശിക്കുന്നത്. 9 പാത്ത് നമ്പർ വരുന്നത്. ലോകത്ത് ഏത് കാര്യത്തിലും കയ്യൊപ്പിടുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. സോഷ്യൽ വർക്കറായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ്. ചാരിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും അവർക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇവർ വിചാരിച്ചാൽ ഏത് കാര്യവും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. മനസ്സലിവുള്ളവരാകുന്നു. മറ്റുള്ളവരെ തങ്ങളാൽ സാധിക്കും വിധം സഹായിക്കുവാൻ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയെ തന്നെയാകുന്നു. ധനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് താൽക്കാലികം മാത്രമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.